ഇതാണ് ആ സ്ഥലം. അങ്ങോട്ട് തിരിക്കൂ. പ്രായമായ പുരോഹിതർ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ വെച്ചാണ് അച്ഛൻ മരിച്ചത്. അവർ ആ പള്ളിയോട് ചേർന്ന കെട്ടിടത്തിനകത്തേക്ക് ചെന്നു. ഇവിടെ താമസിച്ച ഫാദർ റിഗോർബാറ്റൻ്റെ സുഹൃത്താണ്. കണ്ണിന് പരിക്ക് പറ്റിയ ആൾ. താങ്കളെക്കുറിച്ച് ഫാദർ പറഞ്ഞിട്ടുണ്ട്. പഴയ ഒരു പിശാച് യുദ്ധത്തിൽ സംഭവിച്ചതാണല്ലേ? അതെ. താങ്കൾ വന്നാൽ ഏൽപ്പിക്കാൻ ഒരു പെട്ടി ഫാദർ ഇവിടെ ഏൽപ്പിച്ചിരുന്നു. വന്നാൽ മാത്രം കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അതെവിടെ? അല്പനേരം ഇരിക്കൂ. ശരി. അയാൾ അകത്തുപോയി ഒരു പെട്ടിയുമായി വന്നു. ഇതാണ് ആ പെട്ടി. ഓഹോ, നമുക്ക് ചെന്നിട്ട് തുറന്നാൽ പോരെ? പോരാ, ഈ പള്ളിമേടയുടെ സംരക്ഷണം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അവർ പൂന്തോട്ടത്തിലിരുന്ന് പെട്ടി തുറന്നു. ദേ ഒരു കടലാസ്, ഒപ്പം ഒരു തുണിസഞ്ചിയും. അതൊരു എഴുത്താണെന്ന് തോന്നുന്നല്ലോ. അതെ, വായിക്കൂ. ഇതിനൊപ്പമുള്ള തുണിസഞ്ചിയിലെ കുരിശും വാഴ്ത്തപ്പെട്ട മണ്ണും ആ പിശാചുക്കളുടെ പ്രഭുവിനെതിരെ പോരാടാൻ സഹായിക്കും. സഞ്ചി തുറന്നാൽ പിന്നെ ഒരു രാത്രി മാത്രമേ ഇതുകൊണ്ട് ഗുണമുണ്ടാകൂ. അയ്യോ, ഞാനിത് തുറന്നല്ലോ. കഴിയുന്നത്ര വേഗം ഫാം ഹൗസിലേക്ക് പോവുക. അതേ വഴിയുള്ളൂ. വേഗം കാറിൽ കയറൂ. ഇരുൾ വീഴാൻ തുടങ്ങിയ പാതയിലൂടെ കാർ കുതിച്ചു പാഞ്ഞു. അവർ ഫാം ഹൗസിൻ്റെ ഗേറ്റ് കടന്നു. അമ്മേ! അവസാന യുദ്ധത്തിനൊരുങ്ങുമ്പോൾ അവന് പോരാട്ട വീര്യം കൂടും. ഈ തീജ്വാലകൾ കടന്ന് എങ്ങനെ മുന്നോട്ട് പോകും? ഫാദർ സൂക്ഷിച്ച തുണിസഞ്ചി തുറന്നാൽ ഇതിനൊരു പരിഹാരമാകും. വൃദ്ധൻ തുണിസഞ്ചിയിൽ നിന്ന് ഒരു നുള്ളു മണ്ണെടുത്തു. വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തീ ഈ പ്രദേശമാകെ വിഴുങ്ങും. ആ മൺതരികൾ വൃദ്ധൻ തീയിലേക്കിട്ടു. ശക്തരായ ശക്തികളോട് ഏറ്റുമുട്ടാൻ ശക്തമായ ആയുധങ്ങൾ തന്നെ വേണം. അതോടെ പെരുമഴ പെയ്തതുപോലെ ദാ തീ അണയുന്നു. വേഗം കാർ മുന്നോട്ടെടുക്കൂ. ശരി. ഫാം ഹൗസിൻ്റെ മുറ്റത്തേക്ക് എത്തിയതും പുറത്തിറങ്ങരുത്. ആ പിശാചിൻ്റെ അടിമകളാണവർ. അടുത്ത നിമിഷം ദാ ചെന്നായ്ക്കൂട്ടങ്ങൾ. ഭയപ്പെടേണ്ട, ദുഷ്ടശക്തികൾക്ക് അധികകാലം വിജയിക്കാനാവില്ല. പെട്ടെന്ന് വൃദ്ധൻ ഒരു കാഴ്ച കണ്ട് ഞെട്ടി. അങ്ങോട്ട് നോക്കൂ. ഓ! ഫാം ഹൗസിനകത്തു നിന്ന് പുറത്തേക്ക് നീളുന്ന ഭീമാകാരമായ നിഴൽ. അവർക്ക് മുന്നിലേക്ക് രക്തദാഹിയായ പ്രഭു പതിയെ നടന്നു വന്നു. പിശാചു ബാധിച്ചവരുടെ ഒരു സംഘം പ്രഭുവിനൊപ്പം അണിനിരന്നു. നിന്റെ രണ്ടാം വരവിന് അന്ത്യം കുറിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അടുത്ത നിമിഷം ധും! ശക്തമായ ഇടിയേറ്റ് വൃദ്ധൻ പിന്നോട്ട് തെറിച്ചുപോയി. ഞാൻ ഇതിലപ്പുറം പ്രതീക്ഷിച്ചാണ് വന്നത്. അയ്യോ, സൂക്ഷിച്ച്! വൃദ്ധൻ തുണിസഞ്ചിയിലെ മണ്ണിൽ നിന്ന് ഒരു പിടിവാരി തൻ്റെ നേർക്ക് വന്നയാളുടെ ദേഹത്തേക്കെറിഞ്ഞു. അതോടെ പിശാചിന് തീപ്പൊള്ളലേറ്റ പോലെ തോന്നിക്കാണും. അവരെ എതിരിടാൻ കൂടുതൽ പേർ മുന്നോട്ട് വന്നു. സൂക്ഷിക്കണം, അവർ നമ്മുടെ നേർക്ക് വരുന്നു. സഞ്ചിയിൽ നിന്നെടുത്ത മണ്ണ് വൃദ്ധൻ അതിശക്തമായി അവരുടെ ദേഹത്തേക്ക് വാരിയെറിഞ്ഞു. അവർ ഇനി എഴുന്നേൽക്കില്ല. പക്ഷേ സൈന്യം മാത്രമേ വീണുള്ളൂ. സൈന്യാധിപൻ ശക്തനാണ്. എന്താണ് ഒരു ഭീകര ശബ്ദം അടുത്തു വരുന്നത്? അടുത്ത നിമിഷം ശക്തമായ ചുഴലിക്കാറ്റ് വന്ന് വൃദ്ധനെ പൊക്കിയെടുത്തു. വിശുദ്ധ മണ്ണും കുരിശുമുള്ള ഈ സഞ്ചി പിടിക്കൂ. കാറ്റിൽ ആ സഞ്ചി ആടിയുലഞ്ഞ് വായുവിലൂടെ നീങ്ങി. ചുഴലിക്കാറ്റ് വൃദ്ധനെ ദൂരേക്ക് കൊണ്ടുപോയി. രക്ഷിക്കണേ! ചുഴലിക്കാറ്റിൽപ്പെട്ട് വട്ടം കറങ്ങിയ വൃദ്ധൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച സഞ്ചിയിലെ മണ്ണ് പ്രഭുവിൻ്റെ ദേഹത്തേക്കാണ് പതിച്ചത്. അതോടെ ചുഴലിക്കാറ്റിൻ്റെ തീവ്രത കുറഞ്ഞു വന്നു. ആ മണ്ണ് ദേഹത്ത് വീണതോടെ പ്രഭുവിന് അനങ്ങാൻ പറ്റാതായതുപോലെ. അതെ, അടുത്ത നിമിഷം എന്താണത്? പ്രഭു പൊടിപടലങ്ങളായി തൻ്റെ ഛായാചിത്രത്തിലേക്ക് ലയിച്ചു ചേർന്നു. ഇത് തൽക്കാലത്തെ പിൻവാങ്ങൽ മാത്രമാണ്. അവനെ സ്ഥിരമായി തളയ്ക്കാൻ ഇത് പോരാ. പിന്നെ വൃദ്ധൻ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് ആണികൾ പുറത്തേക്കെടുത്തു. ഈ ആണികൾ പഴയ പുരോഹിതൻ ഉപയോഗിച്ചവയാണ്. അവനെ തളയ്ക്കാൻ ഇത് മതി. എങ്കിൽ വേഗം ചെയ്യൂ. വൃദ്ധൻ ആണികൾ പ്രഭുവിൻ്റെ ഛായാചിത്രത്തിന് ചുറ്റുമായി തറച്ചു. ഈ ആണികൾ പിഴുതുകളഞ്ഞ ഞാൻ എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചത്. അതെ, ഈ ഛായാചിത്രം ഞാൻ കൊണ്ടുപോവുകയാണ്. അത് അപകടമല്ലേ?
പഴയ ഒരു പള്ളിയുടെ നിലവറയിൽ ഇത് ഭദ്രമായിരിക്കും. പ്രഭുവിനെ തളച്ചതോടെ പിശാചുബാധിതരായ മനുഷ്യർ സാധാരണ നിലയിലായി. നമുക്ക് എന്താണ് സംഭവിച്ചത്? ഏതോ ദുസ്വപ്നത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ തോന്നുന്നു. ഫാം ഹൗസും പരിസരവും സാധാരണ നിലയിലായി. പ്രകൃതിക്ക് ഇപ്പോൾ ഒരു തെളിച്ചമുണ്ട്, അല്ലേ ഫാദർ? ദുഷ്ടശക്തികൾ അകലുമ്പോൾ തെളിച്ചം വരും, സ്വാഭാവികം. അങ്ങ് ദൂരെ പുരാതനമായ ഒരു പള്ളിയുടെ നിലവറയിൽ ഒരു ഛായാചിത്രം കിടപ്പുണ്ടായിരുന്നു. പറ്റിയ ഒരവസരം വരുമ്പോൾ തിരിച്ചുവരവ് നടത്താൻ വേണ്ടി അതിലൊരു ദുരാത്മാവും.